ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവയുടെ സാന്നിധ്യം പുത്തനിലൂടെ നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഞാനിന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തല്ല, കുറച്ചേറെ ദൂരമുള്ള ഒരു സ്ഥലത്ത് കുറച്ച് ഏകാന്തമായിട്ട് നിൽക്കാൻ വന്നൊരു സ്ഥലമാണ്. നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് വ്യൂ ആയിട്ട് കാണിക്കാം. അതിമനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത്, അല്പം പ്രൈവസിയൊക്കെ ഉള്ള ഈ സ്ഥലത്ത് രാവിലെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിപ്പാനും കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ നാളുകളൊക്കെയും ദൈവം എന്നെ നടത്തിയ നന്ദികളെ ഓർക്കുവാനും, പക്ഷേ ദൈവസന്നിധിയിൽ വളരെയധികം കുറവുള്ളവനായിട്ട് ജീവിക്കേണ്ടി വന്നുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാനൊക്കെ ഇടയാകാത്തതൊക്കെ കൊണ്ട് ഞാനിങ്ങനെ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിങ്ങനെ പ്രാർത്ഥിക്കാനിടയായി. ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചില ദൈവിക ആലോചനകൾ ദൈവം തരും. അതൊരു പക്ഷേ എനിക്ക് വേണ്ടി മാത്രമല്ലായിരിക്കാം. ഇപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അനേകം പേര് അത് കേട്ട് അത് മനസ്സിലാക്കട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഞാനിന്ന് രാവിലെ ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ ധ്യാനിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചിന്ത എന്ന് പറയുന്നത് യോവേൽ പ്രവചനമാണ്. ഞാനങ്ങനെ യോവേൽ പ്രവചനം മൊത്തത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. ഇങ്ങനെ പ്രസംഗത്തിലൊക്കെ കേട്ടതും അങ്ങനെയൊക്കെ ആയിട്ടേ വായിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് എനിക്ക് ദൈവാത്മാവ് ചിന്ത തന്നത് യോവേൽ പ്രവചനം വായിക്കുവാനും അത് മൊത്തത്തിൽ ഞാൻ ഇരുന്ന് വായിക്കുകയും യഹോവയായ ദൈവം പുത്രനിലൂടെ ക്രിസ്തുയേശുവിൻ്റെ കൃപയാൽ എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ആ ഒരു യോവേൽ പ്രവചനത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ ആ ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അവിടെ വായിച്ചപ്പോൾ നിങ്ങൾ ഇത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഈ വാക്യങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല. അവിടെ വായിക്കുമ്പോൾ ഒന്നാമതായിട്ട് ദൈവമക്കളോട്, അതായത് ഇസ്രായേൽ മക്കളോടാണ് പറയുന്നുണ്ടെങ്കിലും ദൈവമക്കളോട് വളരെയധികം കണ്ണീരോടുകൂടി വിലപിക്കേണ്ട സമയം അടുത്തു എന്ന് യോവേൽ പ്രവാചകൻ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് ആദ്യമായിട്ട് വിലപിച്ച് കരയുക. നിങ്ങൾക്ക് എത്രമാത്രം വിലപിച്ച് കരയാൻ പറ്റും അത്രമാത്രം വിലപിച്ച് കരയേണ്ട സമയം അടുത്തിരിക്കുന്നു എന്നാണ് യോവേൽ പ്രവാചകൻ പറയുന്നത്. വിച്ച് ഐ അണ്ടർസ്റ്റാൻഡ്. ഇന്ന് ദൈവിക സഭകൾ അല്ലെങ്കിൽ ദൈവമക്കൾ സഭയോടുള്ള ബന്ധത്തിലാവട്ടെ, ആത്മീയതയോടുള്ള ബന്ധത്തിലാവട്ടെ, കരയേണ്ട സമയമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ദിസ് ഈസ് എ ടൈം ഫോർ ക്രൈയിങ്. കരയേണ്ട തന്നെ സമയമാണ്. അല്ല, വേറൊന്നുകൊണ്ടല്ല. ആക്ച്വലി ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം ദൈവത്തിൻ്റെ ക്രോധ ദിവസം അടുത്ത് വരുന്നു എന്നുള്ളതാണ് അതിനകത്ത് റീസൺ. ആ ക്രോധ ദിവസത്തിന് വേണ്ടി നമുക്കാർക്കും ഒരു രീതിയിലും ദൈവമക്കളായിട്ടുള്ള ദൈവത്തെ നീതിമാന്മാരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ ആ ക്രോധ ദിവസത്തിൽ പെട്ടുപോകാതെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരും വിലപിക്കണം. ഇപ്പോൾ അതാണ് അതിൻ്റെ റീസൺ, അല്ലാതെ വേറൊന്നുമല്ല. ലോകം അതിൻ്റെ മൂർച്ഛന്യ അവസ്ഥയിലോട്ട് പോയിക്കൊണ്ട് ഞാൻ ഈ സാധാരണക്കാർ വീട്ടിലിടുന്ന പോലെ പ്രവചനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഇടുന്ന ഒത്തിരി വീഡിയോസുകളുണ്ട്. ആക്ച്വലി എന്തൊക്കെ കേൾക്കാൻ പറ്റുമോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഓക്കെ, അതിലൊന്നും നമ്മൾ വിമർശിക്കാനോ അങ്ങനെയൊന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ക്രോധ ദിവസം വരുന്നുണ്ട്. അതാണ് അതിനകത്തെ റീസൺ. അത് സഹിക്കാൻ പറ്റില്ല എന്ന് യോവേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്. ആ ദിവസത്തിനെ തരണം ചെയ്യാൻ പ്രകൃതിക്ക് പോലും പറ്റില്ല. പിന്നാണോ വെറും ക്രിമിനലായിട്ടുള്ള മനുഷ്യൻ. അപ്പം ഈ ഉണ്ടാക്കിയ സൂര്യചന്ദ്രന്മാർക്ക് പോലും അത് 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 ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ യോവേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്. സോ ആ ദിവസത്തിൽ നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, ആ ദിവസത്തിൽ നമ്മളോ നമ്മുടെ ആത്മാവോ വ്രണപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വി ഹാവ് ടു ക്രൈ. കാരണം ഇന്നുണ്ടാക്കുന്ന പലരും അടുത്ത തലമുറകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയൊക്കെയാണ് ഈ നമ്മളെല്ലാവരും കടന്നു പോകുന്നത്, ഈവൻ പറയുന്ന ഞാൻ ഉൾപ്പെടെ. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ കരയേണ്ട സമയമാണ്. ഞാൻ വീണ്ടും പറയുന്നതിൻ്റെ കാര്യം, എനിക്ക് ഇന്ന് രാവിലെ കാലം വളരെ നല്ലൊരു ദർശനമാണ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ദൈവസന്നിധിയിൽ കരച്ചിലോടുകൂടി നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുവാൻ, നമ്മുടെ വരും തലമുറകൾ നിലനിൽക്കുവാൻ, ദൈവിക സഭകൾ നിലനിൽക്കുവാൻ, ദൈവമക്കൾ നിലനിൽക്കുവാൻ, നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും ദൈവത്തിലേക്ക് വരുവാൻ നമ്മൾ കരയേണ്ട സമയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. വിശേഷാൽ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സഭകളിൽ അതിനകത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും, കരയാൻ വേണ്ടി തന്നെ, വിലപിക്കാൻ വേണ്ടി തന്നെ വരണം എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. സഭായോഗങ്ങൾ കൂടണം, എന്തിന്? കരയാൻ വേണ്ടി എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ എത്ര പേരാണ് അതിനു വേണ്ടി കരയാൻ വേണ്ടി കൂടുന്നത്? ഇന്ന് ഇതൊക്കെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വി നോ ദാറ്റ് വൺ. എന്നാൽ പ്രിയമുള്ളവരെ, എനിക്ക്
നല്ലൊരു കാഴ്ചപ്പാടാണ്. ഈ ഒരു കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകാൻ ഞാൻ ഇന്നു മുതൽ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാരണമെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സത്യം ഇതിൻ്റെ ഈ കൺക്ലൂഡിലുള്ള ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അതിനകത്ത് ഏറ്റവും ആ യോവേൽ പ്രവചനത്തിൽ പറഞ്ഞ് അവസാനിക്കുമ്പോൾ യഹോവ സിയോനിൽ വസിക്കും എന്ന് അവസാനം പറയുന്നാൽ കാണാൻ സാധിക്കും. യഹോവ സിയോനിൽ വസിക്കണം. ദാറ്റ്സ് എ മോസ്റ്റ് അൾട്ടിമേറ്റ് എയിം ഫോർ ദ ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്നതും ഇത്രയും ചെയ്തതും യഹോവ സിയോനിൽ വസിക്കാൻ വേണ്ടി. യഹോവയ്ക്ക് സിയോനിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ ദ ഷുഡ് ബി എ പ്ലേസ്. അങ്ങനെ ഒരു പ്ലേസ് ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ഇസ്രായേലാണെന്നുള്ളതും അവിടെ ആകുമെന്നുള്ളതും ഇതിനൊക്കെ തെളിവുകളും ഭയങ്കര കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പറയുന്നത്. ബട്ട് ദ ഡേ വിൽ കം. അത് ഇന്ന് എനിക്ക് കുറച്ചുകൂടെ ശക്തമായിട്ട് എനിക്ക് മനസ്സിലായി. യഹോവ വസിക്കുന്ന ദിവസം, യഹോവ വസിക്കുന്ന സ്ഥലം, ഇറ്റ് വിൽ ബി ഹാപ്പൻ. അത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ്. ഇത് പലരും നിരീശ്വരവാദികളും അങ്ങനെ ഇങ്ങനെ ബഹളം ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാത്തിലും ഒരു എന്താ പറയുക, ഒരു പവർഫുള്ളായിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ മൂവ്മെൻ്റാണ് ഈ യഹോവ സിയോനിൽ വസിക്കുക എന്നുള്ളത്. അതിനെ ഒന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. റിയാലിറ്റിയിൽ നമ്മളെന്തായിരുന്നാലും ജീവിച്ചു പോകുന്ന ഒരു കാലയളവ് വളരെ സിമ്പിളാണ്. 70-80 ഏറിയാൽ 70-80 എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിനപ്പുറം ജീവിച്ച് വളരെ ചുരുക്കം പേര് ജീവിച്ചു പോകുന്ന ഒരു കാലയളവാണ്. ഇത്രയും ആണ്ടുകളായിട്ട് ജീവിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇവിടത്തേക്ക് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് യഹോവ സിയോനിൽ വസിക്കണം. ആ വേർഡ് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചോ. ഇത് സംഭവിച്ചേ പറ്റൂ. ഇത് സംഭവിക്കണം. അതാണ് അതിൻ്റെ വാസ്തവം. അത് സംഭവിക്കാൻ വേണ്ടി മാസ്റ്റർ പ്ലാൻ ഇട്ട വ്യക്തി, അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാൻ ചെയ്ത വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. വി ഹാവ് ടു എനിവേ നമുക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാം എന്ന് തന്നെ എനിക്ക് വിശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാനുമായിട്ട് മുന്നോട്ട് പോവുക, അതാണ് ഈ പറയുന്ന രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അല്ലെങ്കിൽ ദൈവിക സഭയായിട്ട് മുന്നോട്ട് പോവുക, ദൈവവചനം പഠിക്കുക, പാട്ടുകൾ പാടുക, പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മറ്റ് പല കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം കർത്താവിന് ആ മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്നിരിക്കും. അതിന് യാതൊരു ഡൗട്ടുമില്ല. എയ്തർ നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അനുകൂലിക്കണം, കർത്താവിൻ്റെ മാസ്റ്റർ പ്ലാന്. സോ വി ക്യാൻ ഡിസൈഡ് ദാറ്റ് വൺ. നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് തന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മിഷൻ സകാസിറ്റിയിലായതുകൊണ്ട് തന്നെ മിഷൻ സകാസിറ്റിയിലുടെ ഉള്ള കാഴ്ചപ്പാടും അതുതന്നെയാണ്. ദൈവത്തിൻ്റെ ഹിതം അവിടെ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ എന്താണ് കർത്താവെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാനും പല ജീവിതത്തിലെ പല അവസ്ഥകളിലൂടെയൊക്കെ പോകുമ്പോഴും ദൈവമേ ഇത്ര മഹാപ്ലാൻ എങ്ങനെയാണ് ഇവിടെ ഈ രാജ്യത്തൊക്കെ നടക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന് വളരെ പദ്ധതികളുണ്ട്. ദൈവമക്കളായിട്ടുള്ളവർ കരയാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങൾ ഈ മിഷൻ സഹാസിൽ ഈ വീഡിയോ കാണുന്നവരും നിങ്ങൾ ഏത് പള്ളിയിൽ പോകുന്നെന്നോ എങ്ങനെ വിശ്വസിക്കുന്നെന്നോ ആരാണെന്നോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ഈ ലോകത്തിൽ ശ്രമിക്കുക, ആ കൃപയ്ക്ക് വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല ദ മാസ്റ്റർ പ്ലാൻ ഞാൻ പറഞ്ഞല്ലോ, യഹോവയുടെ ദിവസം, യഹോവയുടെ സിയോനിൽ വസിക്കുന്ന ദിവസം, ആ മാസ്റ്റർ പ്ലാനിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒപ്പമായിരിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ടുഡേ 24 നവംബർ 29 നവംബർ 25 ആണല്ലോ. ഇങ്ങനൊരു ബ്ലസ്ഡ് അവസ്ഥയിൽ കൂടെ ഞാനും കടന്നു പോകുന്നു. ഐ എം വെരി ഹാപ്പി. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ് വിച്ച് എന്നെ രക്ഷിക്കപ്പെടുത്തിയതിനും ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നതിലും നന്ദിയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുന്നു. ഭയങ്കര നല്ലൊരു പ്ലാനാണ് യഹോവയുടെ സിയോനിൽ വസിക്കുന്ന ആ ദിവസത്തിന് വേണ്ടി നമ്മളും നമ്മുടെ ജീവിതവും നമ്മുടെ ആത്മാവും മുന്നോട്ട് പോകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.